മത്തി അയിലയും മാത്രമല്ല, നല്ല നല്ല മീനുണ്ട്, നല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല നല്ല യാത്രകൾ പോകണം. യാത്ര പോകാൻ എന്തിനാ ആരുടെ സഹായം? പൈസ അട്ടിവെക്കണ്ട. കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂര് പോയിട്ട് വന്നൂടെ? പൈസ ഞാൻ തരാം, എന്നെ കൂട്ടി മൈസൂര് പോവാ, പോയിട്ട് വന്നൂടെ? ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ? ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്തിൽ മരിക്കുന്ന ഇടയ്ക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് നിങ്ങളെ പെൻഷന്റെ പൈസ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഒരു കുപ്പായ ഇടൂല. ഇപ്പൊ പൊന്നാടി അണിയിച്ചത് അട്ടിയിട്ട് ആടെ വെക്കൂ. ചില വീട്ടിലില്ലേ ഈ പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും, അലമാരയിൽ അട്ടി വെച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാൻ്റെ വൃത്തികെട്ട പഴയ കുപ്പി പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും. ആരും വരാനില്ല. നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എന്റെ സംതൃപ്തിക്കാൻ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. പുലരിയോടൊത്തെന്നും പൂന്തോപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളെന്തു ചന്തം, അവരോടുത്തിടും അപ്പാവാട വിറ്റിടും കടയേതെന്നമ്മക്കറിഞ്ഞുകൂടെ. അതുപോലെ ഒന്നമ്മേ തിരുവോണപ്പുടവയായി അരുമാമകൾക്ക് തരികയില്ലേ. ഈ കവിത എഴുതിയ പാഠപുസ്തകം ഫേസ്ബുക്കിൽ ഒരു ഷീന എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് ഫോൺ നമ്പർ കമൻറ്റിൽ ചോദിച്ചിട്ട് ഫോൺ നമ്പർ വാങ്ങി. അവരുടെ വീട്ടിൽ ആ പാഠപുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പാഠപുസ്തകം കാണാൻ വേണ്ടി പോയി. തലശ്ശേരി പുന്നോല് റെയിൽവേ ഗേറ്റും കടന്നിട്ട് അങ്ങ് ഉള്ളോട്ട് പോയിട്ട് പാഠപുസ്തകം കണ്ടു. അതിൻ്റെ പേജുകളിലൂടെ വിരലോടിച്ചു, അതൊന്നും മണത്തു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു 5000 ഉറുപ്പ്യ ഞാൻ തരാം, ഈ പാഠപുസ്തകം എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചാടി ഇറങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം പിടിച്ച് വാങ്ങിയിട്ട് ആത്ത് പോയിട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, 5000 അല്ല 5 ലക്ഷം തന്നാൽ ഞാൻ ഈ പാഠപുസ്തകം തരൂല, കാരണം ഇതെൻ്റെ ഹൃദയമാണെന്ന്. അന്നത്തെ പാഠപുസ്തകം നമ്മുടെ ഹൃദയമായിരുന്നു. ഹൃദയം എവിടെയാ? ഇവിടെയല്ല. നമ്മുടെ ഹൃദയം കുടികൊള്ളുന്നത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന, നമ്മളെ ഓർക്കുന്ന, നമ്മളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളിൽ വീതിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ. ആ ഹൃദയങ്ങളിൽ ഞാനുണ്ടോ എന്നന്വേഷിക്കാൻ ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. അന്ന് നമുക്ക് പട്ടിണിയായിരുന്നു. അന്ന് നല്ല കുപ്പായമില്ല. എൻ്റെ നാട്ടിൽ സ്കൂളിൽ പോകാത്ത ദിവസം കുപ്പായിട്ട് നടക്കുന്ന ഒരു കുട്ടീനെ കാണൂല. ഈലെ വള്ളിയിലൊരു ട്രൗസർ ഉണ്ടല്ലേ, ഓടിപ്പോകുമ്പോൾ ഈ വള്ളി ഇടക്കിടക്ക് ഈല ഊരിങ്ങി പോരും. അന്നേരം ബെരലിട്ടിട്ട് നേരെയാക്കിയിട്ട് നാരദൻ തമ്പുരു മീട്ടി പോകുമ്പോൾ ഇങ്ങനെ നാരായണ നാരായണ ഇങ്ങനെ നേരെയാക്കിയിട്ടാണ് ഓടുക. ആ ട്രൗസറിൻ്റെ പിൻഭാഗം ഓട്ടയായിരുന്നു. കാരണം അന്ന് വീഗാലാൻഡും വിസ്മയ പാർക്കും ഇല്ല. ചെരിഞ്ഞ വൃത്തിക്കൊമ്പൊന്നും ഊരല്ല നമ്മളെ വീഗാലാൻഡ്. പൊളുക്കൊക്കെ കുടുങ്ങിയിട്ട് ട്രൗസർ കീറും, പാളയിലിരുന്ന് വലിക്കുമ്പോൾ ചരട് കയറിയിട്ട് ട്രൗസർ കീറും, കേസ് കീറിയിട്ട് ബ്ലാഡർ പുറത്ത് കാണുന്ന ബോൾ പോലെ ഉണ്ടാവും നമ്മുടെ പിൻഭാഗം കാണുമ്പോൾ. വീട്ടിൽ ആരെങ്കിലും വന്നാൽ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് നിൽക്കും, ഓട്ട പൊത്തണ്ടേ അല്ലേ? ആ ട്രൗസർ അന്ന് ഈ നെഞ്ച് പല ബിസ്ക്കറ്റ് പോലെ വാരികളെല്ലാം പുറത്ത് കാണുമായിരുന്നു. അന്ന് കുടല് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഗ്രഹണി പിടിച്ചിട്ട് ചുമരിന് കിണ്ണം ചാരിയ പോലത്തെ കുടല്. മൂക്കുന്ന എപ്പം 11 ഇറങ്ങി വരും. പല്ലെല്ലാം പുഷ്പല്ല, കൊന്ത്രമ്പല്ല. മുടിയെല്ലാം പാറി പറന്നിട്ടുണ്ടാവും. നഖമെല്ലാം കുഴിനകായിട്ടുണ്ടാവും. അങ്ങനെ തലയിൽ പേനരിച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും വളർന്നു വന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളെ നോക്കിയാ അതുപോലത്തെ ഒരു കുട്ടീനെ കാണാൻ പറ്റുമോ? എന്ത് സുന്ദരന്മാരും സുന്ദരികളും ആ കുട്ടികൾ. അന്ന് നമുക്കൊന്നും സൗന്ദര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴാ സൗന്ദര്യം ഉണ്ടായേ. ഇപ്പൊ ഇവിടെ മുമ്പിലിരിക്കുന്ന ഷഷ്ടിപൂർത്തിയായി കഴിഞ്ഞ ആളാന്നൊന്നും തോന്നില്ല. എല്ലാം കണ്ടാൽ വേണമെങ്കിൽ ഒരു കല്യാണം കൂടി നടത്താൻ പറ്റിയ അല്ലേ? അതുപോലെയാണ് രൂപമുള്ളത്. അന്ന് നമ്മളെ പഠിപ്പിച്ച മാഷന്മാർ എന്ന് പറഞ്ഞാൽ നാരിച്ച് പൂളിച്ച് വയസ്സന്മാർ, നമ്മൾ പിരിയാൻ നോക്കുന്ന മാഷന്മാർ. ഇന്നിപ്പോ ഇങ്ങളെ പഠിപ്പിച്ച മാഷന്മാർ ഇത്ര വയസ്സായിട്ടും കണ്ട അത്ര വലിയ വയസ്സൊന്നും തോന്നില്ല. നമ്മുടെ കാലം ഒരുപാട് മുന്നോട്ട് പോയി. നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. എന്തിന് ഇവിടെ ഒത്തുചേർന്നത്? നമുക്കന്ന് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, നല്ല വസ്ത്രം ഉണ്ടായിരുന്നില്ല, നല്ല പാർപ്പിടം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ വന്ന കിലുകില പായി, കൈത്തലാണി, കോടിക്കടക്ക. കിലുകില ഒച്ചയുള്ള ഡെക്കറേറ്റ് ചെയ്ത പായി, കൈകൊണ്ട് ഉന്തി നിറച്ച തലാണി, പുതിയ കോടിക്കടക്ക. ചെന്നേരം മനസ്സിലായത് കീറിയിട്ട് കിലുകില ഒച്ചയാകുന്ന പായി, തലാണി വേറെ ഇല്ല, കൈ തലാണി, കോടിക്കടക്ക. പുതപ്പില്ലാത്തതുകൊണ്ട് കോടിക്കടക്ക. അന്ന് നല്ല സൗകര്യങ്ങളില്ല.
എൻ്റെ വീട്ടിൽ ഞാൻ SLC പരീക്ഷയ്ക്ക് എഴുതിയത് 1985. എൻ്റെ വീട്ടിൽ കറണ്ടില്ല. 85 എൻ്റെ വീട്ടിൽ കറണ്ടില്ല. കാരണം കണ്ണോം ഫോറസ്റ്റിന്റെ അടുത്ത് തൊടിക്കൽത്ത എൻ്റെ നാട്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ പഴശ്ശിരാജ സിനിമ കണ്ടിനോ? അതിൽ അവിടെയാ ആടുന്ന ഷൂട്ട് ചെയ്തത്. കണ്ണവൻ കാട്ടുന്നു. കറണ്ടില്ല. ചിമ്മിണിക്കൂട് വെച്ചിട്ടാ പഠിക്കുക അല്ലേ? ചിമ്മിണിക്കൂട് എന്ന് പറഞ്ഞാല് ഈ മഷി, അന്ന് പേന എന്ന് പറഞ്ഞാൽ മഷി നിറയ്ക്കുന്ന പേന. ഇപ്പോഴല്ലേ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്ന് ബോൾ ഉരുളുന്നതുകൊണ്ട് അറ്റത്ത് നിബ് ബോളാ. അന്ന് മഷി നിറയ്ക്കാൻ വേണ്ടി ബ്രില്ലിന്റെയും ക്യാമലിന്റെയും മഷിക്കുപ്പി വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് അത് കാലിയായാൽ അതിന്റെ മൂടി കാണിയടിച്ച് ചോട്ടയാക്കിയിട്ട് അച്ഛന്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കിയിട്ട് മണ്ണെണ്ണ വെച്ച വിളക്കാ. ഇതും വെച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യവും വരും, സങ്കടവും വരും. കാരണം ഈ വിളക്കിനൊരു തോന്നിയാസം ഉണ്ട്, അനുഭവിച്ചവർക്കറിയാം. നമ്മളത് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഈ വിളക്കിന്റെ പുക നമ്മൾ ഏത് ഭാഗത്തായിരിക്കും ആ ഭാഗത്തേ വരും. അപ്പുറത്തിരുന്ന പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്ന പുക ഇങ്ങോട്ട് വരും. എറിഞ്ഞു പൊളിക്കാൻ തോന്നും. ശ്വാസോച്ഛ്വാസത്തിന്റെ ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുന്നതുകൊണ്ടാണ് പുക മൂക്കിന് നേരെ വരുന്നതെന്ന് പിന്നെയാ മനസ്സിലായത്. അന്ന് പുറത്ത് വെളിച്ചമില്ല, അന്ന് നല്ല ഭക്ഷണമില്ല, വസ്ത്രമില്ല. അന്ന് ഓണത്തിന് അന്നൊരു തുലാഭാരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ആ തുലാഭാരം എന്ന് പറഞ്ഞ സിനിമയിൽ ഓണത്തിന് കുട്ടിക്ക് ഒരു കുപ്പായം വാങ്ങാൻ, ഒരു പായസം വെക്കാൻ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് കയർ ഫാക്ടറിയിൽ ബോണസ് വാങ്ങാൻ പോയ സത്യൻ എന്ന് പറയുന്ന നായകൻ കാണുന്നത് ഫാക്ടറി പൂട്ടി മുതലാളി സ്ഥലം വിട്ടിരിക്കുന്നു. ഒന്നും കയ്യിലില്ലാതെ തിരിച്ചു വരുമ്പോ ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ കുട്ടിയെ തൊട്ടിലിട്ട് പാടിയ താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ? ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. അപ്പൊ ഭർത്താവിന്റെ മറുപടി, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിൽ ഓരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. മറുപടി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു, മോനെ ഒന്നുറങ്ങോ പൊന്നുഷസ് കണി കണ്ടുണരാനൊന്നുറങ്ങോ. ഒരു പൊന്നുഷസ്, ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ അന്നുറങ്ങി ഉണർന്നവരാണ് നിങ്ങൾ. ആ പ്രഭാതം കണി കാണാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ അധ്വാനിച്ചത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടത്. അങ്ങനെ ഇപ്പൊ നമുക്ക് നല്ല വീടുണ്ട് അല്ലേ? പണ്ടത്തെ വീടും ഇന്നത്തെ വീടും, പണ്ടത്തെ വീട് വലിയ വരാന്ത, ചെറിയ ബെഡ്റൂം. ഇപ്പോഴത്തെ വീട് ചെറിയ വരാന്ത, വലിയ ബെഡ്റൂം. ആ വലിയ ബെഡ്റൂമിൽ വലിയ കട്ടില്. പക്ഷെ അന്ന് ചെറിയ കട്ടിലായതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഭയങ്കര ഐക്യത്തിലായിരുന്നു അല്ലേ? ഉരുണ്ട് തായവു 69 കിടക്കുക അല്ലേ? 69 കിടക്കുക. ഇപ്പൊ വലിയ കട്ടിലായതുകൊണ്ട് ഭാര്യയും ഭർത്താവും 96, ഒരാൾ അങ്ങേ തലക്ക് ഒരാൾ ഇങ്ങേ തലക്ക് 96 കിടക്കുക. കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കുറഞ്ഞു വരുന്നു കമ്മ്യൂണിക്കേഷൻ. ഡിജിറ്റലാണ്. കഴിഞ്ഞ ദിവസം ഒരു കഥയുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. കഥ ഇതാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ബീപ് ബീപ് ശബ്ദം കേട്ടിട്ട് അയാൾ ഉണർന്നു. അയാൾ സമയം നോക്കിയപ്പോൾ രാത്രി 1:30 മണി. ഈ സമയത്ത് അനക്ക് ആരാപ്പാ മെസ്സേജ് അയച്ചത്? പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. കുടുംബത്തിൽ 2-3 ആളുടെ സുഖമില്ലാണ്ട് കിടക്കുന്നു. ആരോ തട്ടിപ്പോയതാണോ അറിയാനായിട്ട് വിറക്കുന്ന കൈകളോടെ മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഓൺ ചെയ്ത് അതിൽ വായിച്ചു. അതിലിങ്ങനെയായിരുന്നു മെസ്സേജ്: വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്ന വല്ലാണ്ട്, ഒന്ന് അങ്ങോട്ട് കിടക്ക്. ഭാര്യ ഭർത്താവിന് മെസ്സേജ് അയച്ചത്. വിളിച്ചിട്ട് കുരിപ്പ കേൾക്കുന്നില്ല, മെസ്സേജ് അയച്ചപ്പോൾ കഴിഞ്ഞു. ഇത്തരത്തിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളർന്ന ഈ കാലത്ത് നമുക്ക് ഭൗതിക സുഖങ്ങളെല്ലാം ഗംഭീരമായി അല്ലേ? ഈ ഭൗതിക സുഖങ്ങൾ ഗംഭീരമായപ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഷഷ്ടി പൂർത്തി കഴിഞ്ഞപ്പോ കുട്ടിയിൽ നിന്ന് ഷഷ്ടിയിലെത്തി അല്ലേ എല്ലാവരും? ആ ഷഷ്ടിയിൽ നിന്ന് കുട്ടിയിലേക്കാണ് തിരികെ എന്താ? ഷഷ്ടിയിൽ നിന്ന് കുട്ടിയിലേക്ക്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ ഭക്ഷണത്തിനും ഈ വസ്ത്രത്തിനും ഈ പാർപ്പിടത്തിനും ഈ കിടക്കും വേണ്ടിയാണോ മനുഷ്യനായി ജീവിച്ചത്, ജനിച്ചത്? ആണോ? അല്ല. ഇതിനപ്പുറത്തെന്തോ ഇല്ലേ? ആ അപ്പുറത്തുള്ള ആർദ്രതയെ അന്വേഷിക്കാൻ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോരുകയാണ്. ഓർമ്മകളിലേക്ക് കൈവള ചാർത്തി. ഓർമ്മകളേ
കൈവള ചാർത്തി വരൂ വിമൂകമി വേദിയിൽ. നേരത്തെ മാഷന്മാർ പ്രസംഗിക്കുമ്പോൾ എനിക്കതാ ഓർമ്മ വന്ന്. ഈ വേദിയിൽ കൈവളകൾ ചാർത്തി ഓർമ്മകൾ കടന്നു വരികയായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധം, നമ്മൾ കടന്നു വന്ന വഴികളും നമുക്ക് എങ്ങോട്ട് പോകണമെന്ന ചിന്തയുമാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. കാടാച്ചിറ കടമ്പൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത ഒരു പശുവിനും അറിയില്ല ഇത് കടമ്പൂർ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഇതെന്ന് ഒരു പശുവിനും അറിയില്ല. കാലബോധവും ദേശബോധവും ഇല്ലാത്തവരാണ് പക്ഷിമൃഗാദികൾ. നമുക്കറിയാം നമ്മൾ എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് മാത്രം അറിഞ്ഞാ പോരാ. എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. അതറിയണമെങ്കിൽ എന്ത് വേണം? വിളക്കുമരമേ വിളക്കുമരമേ. ഇവിടെ നിന്ന് വേദിയിലിരുന്ന് ഫോട്ടോ എടുത്തില്ലേ? ആ വിളക്കുമരങ്ങളോട് വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കാനായി ഇന്ന് വന്ന് നമ്മുടെ ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് ആ വെളിച്ചം അവനവന്റെ മനോവെളിച്ചത്തിൽ ചാലിച്ചു ചേർത്ത് വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. ഇനി ഷഷ്ടി പൂർത്തിയായിട്ട് ഇനിയിപ്പോ എന്താ? യാത്ര മരണത്തിലേക്കാണോ? മരണത്തെപ്പറ്റി ചിന്തിക്കുക. കുറെ വയസ്സന്മാരുടെ ചിന്ത ഇതാ. യഥാർത്ഥത്തിൽ വൃദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം ഇനി നിങ്ങൾ പഠിക്കണം. വൃദ്ധൻ എന്ന് പറയുന്നത് വയോവൃദ്ധനല്ല, പഞ്ചമഹാവൃദ്ധന്മാരുണ്ട്. 5 തരത്തിൽ വൃദ്ധന്മാരുണ്ട്. 1 ധനവൃദ്ധൻ, പണമുണ്ടാക്കിയവൻ. 2 കുലവൃദ്ധൻ, മക്കളും മക്കളുമായിട്ട് ഒരുപാട് ആളുകളെ ഉണ്ടാക്കിയവൻ. 3 വിദ്യാവൃദ്ധൻ, ഒരുപാട് പഠിച്ചവൻ. 4 ജ്ഞാനവൃദ്ധൻ, പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പഠിച്ചതിൽ നിന്ന് പുതിയതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവൻ, അതാണ് ജ്ഞാനവൃദ്ധൻ. 5ാമത്തത് വയോവൃദ്ധൻ. വയോവൃദ്ധൻ എന്ന് പറയുന്ന 5 വൃദ്ധന്മാരിൽ 1 മാത്ര. വയോജനങ്ങളെ വിളിക്കുന്ന ഇംഗ്ലീഷ് പേര് സീനിയർ സിറ്റിസൺ അല്ലേ? എന്താ ഈ സീനിയർ? സീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. സീനിയർ എന്ന് പറഞ്ഞാൽ കാഴ്ച കൂടുതൽ കണ്ടവനാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടവർ, ഒരുപാട് അനുഭവിച്ചവരാണ്. ഈ അനുഭവത്തിന്റെ പക്വത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ സർഗാത്മകമാക്കണം. ഈ ഭൂമി നിങ്ങൾ ഒരിക്കലും നരകമാണെന്ന് പ്രാർത്ഥിക്കരുതേ. ഈ ഭാരതത്തെ നശിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. നോ, ഇത് നരകമാണെന്ന് പഠിപ്പിച്ച ഏതാ സ്വർഗം? വേറെ എവിടെയാണ് സ്വർഗം? അല്ലേ? പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. കേട്ടിട്ടുണ്ടോ? ഇന്ന് ക്രിസ്തുമസാൻ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ മാനസം കണ്ടു, ഹൃദയത്തിനൾ താരയിൽ വന്നൻ അഴലിൻ പൂങ്കി കുരു. എന്തോ ആ വാക്ക് മറന്നുപോയി. മാറ്റി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? ആ പാട്ടിലൊരു വരി, പനിനീരു വിരിയുന്ന പറുദീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം. ഈ പനിനീർ പൂക്കൾ വിരിയുന്ന, മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് പനിനീർ പൂവ് ഉണ്ടായിരുന്നില്ലേ? മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പും പ്രഭാതങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രഭാതത്തിൽ നീലഗിരിക്കുന്നിലെ ചുറ്റിപ്പറക്കുന്ന ജ്വാലാമുഖികളായ മേഘങ്ങളോട് സുപ്രഭാതം പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നീലഗിരിക്കുന്നുകളെ ചുറ്റിപ്പറക്കുന്ന മേഘങ്ങളുടെ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോ ഒരു ഭാഗത്ത് മാത്രം സൂര്യന്റെ പ്രകാശം തട്ടിയിട്ട് ജ്വാലാമുഖികളായ മേഘങ്ങളോട് സുപ്രഭാതം സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം എന്ന് പാടാൻ ജയചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, എഴുതാൻ വയലാർ ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതെന്തിനാ? ഈ സ്വർഗത്തെ കാണാനാ. അതുകൊണ്ട് സ്വർഗത്തെ അങ്ങ് കെട്ടിയെടുക്കണമേന്നല്ല യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്, നിന്റെ രാജ്യം ഇങ്ങോട്ട് വരേണമേന്നാ. ഇങ്ങോട്ട് വരേണമേന്നാ. ഇത് നരകമല്ല. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? സ്വർണ്ണമരാളങ്ങളുണ്ടോ? ഉണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ട് ഇത് നരകമാണെന്ന് പറഞ്ഞവനെ വെടിവെച്ച് കൊല്ലണം.
അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കെട്ടിയെടുക്കണേന്നല്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിക്കുക. ഇനിയുള്ള സായന്തനത്തിലുള്ള സൂര്യന് സായന്തനമാണ് സുന്ദരം, അല്ലേ? നിയത ചരമയാനൻ ഓജക്ഷയ ദയനീയനഹസ്കരൻ തലോടി, അല്ലേ? പ്രിയമൊടു ഭൂമിയെ അങ്ങുമിങ്ങും. ലീല, ആശാന്റെ ലീലയിലെ വരിയലാണ്. സന്ധ്യക്ക് ആ സൂര്യൻ ഭൂമിയെ തലോടിയിട്ട് കൈ പിൻവലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്, ആ ഒരു ചുവപ്പുണ്ട്, ആ ഒരു ആർദ്രതയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം എത്ര വയസ്സുവരെ ജീവിക്കട്ടെ, ഇനിയുള്ള കാലം രസകരമാക്കുക. അല്ലാതെ ഇനി എന്തെല്ലാം പോക്കാപ്പാ, എന്ത് സുഖം, എന്താ എങ്ങനെയുണ്ട് ആരോഗ്യം, എന്ത് സൂക്കേട്, എന്ത് ആരോഗ്യം, എപ്പം നോക്കിയാലും പനി ചീനി, ഇങ്ങനെ സ്ഥിരം സൂക്കേട് പറയുന്നവരെ ഒരിക്കലും സൂക്കേട് വിട്ടുപോകില്ല. ഈ പനി കുരു എന്ന് പറഞ്ഞ കുരു എന്നെല്ലാം പറഞ്ഞൊരു അസുഖമില്ലേ? ഇവർ രണ്ടാളും ചങ്ങാതിമാരാ. കർക്കട മാസത്തിൽ രണ്ടും പുറപ്പെട്ട് നാട്ടുകാർക്ക് വരാൻ. പനി കയറിയത് അലക്കുകാരിന്റെ വീട്ടില്, കുരു കയറിയത് ഏറ്റുകാരന്റെ വീട്ടില്. ഏറ്റുകാരന്റെ തുടക്ക കുരു പൊന്തി, അലക്കുകാരന്റെ കുട്ടിക്ക് പനി വന്നു. പനിക്ക് പരമസുഖോ. ആർത്ത നാട്ടിലെ മുഴുവൻ തുണി ആടെയുണ്ട്. ഒന്നെടുത്ത് മാറുമ്പോൾ മറ്റേതെടുത്ത് പുതപ്പിച്ച് പനി ഒരാളെ കഴിഞ്ഞ് മറ്റേയാൾക്ക് എല്ലാവർക്കും പനി പിടിക്കുക. പക്ഷെ ഏറ്റുകാരന് ചെത്തുകാരന് ഓന് ചെത്താണ്ടിരിക്കാൻ പറ്റുമോ? ഓൻ കുരുവിനെ മൈൻഡ് ചെയ്യാതെ കാലെടുത്ത് തലേന്റെ മേലെ വെച്ചിട്ട് കയറി നാട്ടില്ലേ? കുരു തുള്ളി പാഞ്ഞിട്ട് പനിയോട് ചോദിച്ചു, നീ വരുന്നോ? എനിക്കിടെ പരമസുഖ, കുരു പോയി. രോഗത്തെ നിങ്ങൾ പരിഗണിക്കും പോലെ ആ രോഗം നമ്മളെ കൂടെ നടക്കുക. രോഗം മനസ്സിനാണ്. ആ മനസ്സ് സന്തോഷപ്രദമാക്കുക, ആർദ്രമാക്കുക. എങ്ങനെ മനസ്സ് സന്തോഷപ്രദമാക്കും? അതിനുള്ള മാർഗങ്ങൾ എന്താ? അതിനെത്രയെത്ര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് പ്രധാനം നിങ്ങളുടെ സമ്പത്താണ്, അല്ലേ? പൈസ ഉണ്ടോ സന്തോഷം ഉണ്ടെന്ന്. പക്ഷെ പൈസ ഉണ്ടായിട്ട് സന്തോഷം ഉണ്ടാവില്ല. ആ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാ. ഞാൻ ഈ പെൻഷൻകാരോടെല്ലാം സമ്മേളനത്തിൽ പറയാറുണ്ട്, നിങ്ങളെ പെൻഷന്റെ പൈസ ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഒരു കുപ്പായ ഇടൂല. ഇപ്പൊ പൊന്നാടി അണിയിച്ചത് അട്ടിയിട്ട് ആടെ വെക്കൂ. ചില വീട്ടിലില്ലേ ഈ പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അട്ടി വെച്ചിട്ട്, ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാൻ്റെ വൃത്തികെട്ട പഴയ കുപ്പി പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും. ആരും വരാനില്ല. നിങ്ങളുടെ വീട്ടിലെ VIP നിങ്ങളാ. അവിടുത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ. വീട്ടിലിരുന്നാലും വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണോ നല്ല ഡ്രസ്സ്? വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല്? എന്റെ നാട്ടിൽ മാലൂർ ഒരു കാതറാജി ഉണ്ട്, വലിയ കൊലപ്പാട്ടക്കാരനാ, ഈ നേന്ത്രക്കൊലേന്റെ പാട്ടക്കാരൻ. ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോ കംപ്ലീറ്റ് കറ വരങ്ങിയിട്ടുള്ള ഒരു ഷർട്ടും മുണ്ടു. ഞാൻ ചോദിച്ചു, അല്ല കാതറാജിക്ക് നിങ്ങൾ എത്ര വലിയ പൈസക്കാരനാ, എന്നിട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു ഷർട്ടും മുണ്ട് ഇട്ടൂടെ നിങ്ങൾക്ക്? അപ്പൊ കാതറാജിക്കാ പറയാ, ഞാൻ ഈടെ ആയിരിക്കാം മോനെ അറിയാവുക, ഈടെ ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യോ? നല്ല ഇട്ടിട്ട് എന്താ കാര്യം? എന്നെ ഈടെ ആർക്കും അറിയാവോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ കൂത്തുപറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട്. ഞാൻ ചോദിച്ചാൽ, അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈടെ ആയിരിക്കും അറിഞ്ഞൂടാ, ഈടെ ഇങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ അറിയില്ലേ, പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട്? അന്നേരം അയാൾ പറയും, അതെ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്ത, പിന്നെ ഈ കുപ്പായം കണ്ടിട്ടാ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്. ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എന്റെ സംതൃപ്തിക്കാൻ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി നിങ്ങൾ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദയ്ക്കൊന്നും തിന്നാണ്ട്, മര്യാദയ്ക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വിൽക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പ് അരിച്ചു കൊണ്ടുവച്ചത് കാക്കൊരു കോരലിനേ ഉള്ളൂ എന്ന്. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്നൊരു രക്ഷിതാവ് പറയാ, എന്നോട് മോൻ ചോദിക്കുക, ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ, ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പിയാണ്. 1 ലക്ഷം ഉറുപ്പിയ ടൂർ പോയാൽ? 1 ലക്ഷം ഉറുപ്പിയ ഇല്ലാണ്ട് അവിടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാണ്? പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആകോലിയും കൂട്ടി ചോറ് തിന്നാ ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. ഈടെന്ന് ഊഹം വെച്ച് അടിച്ചു വിടുന്ന. ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 48,37,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം ഗണ്ണിക്കോ?
ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടുന്ന് പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശപിക്കണ്ട. നമ്മൾ മഹാഭാഗ്യവാന്മാരാ. നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടില് തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ? പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളേറ്റിട്ട് മുറ്റത്തെ വയലിലെ വരമ്പിലെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടാൻ ആ പാട്ട് കേട്ടിട്ട് പുഴ നീന്തി പൂങ്കുന്നു ചുറ്റുന്ന കാറ്റിന്റെ അകതാരിൽ കസ്തൂരി ഗന്ധം അനുഭവിച്ചുകൊണ്ട് പുഴയിൽ നീന്തി കുളിക്കാൻ, കുളത്തിൽ കുളിക്കാൻ, പച്ചവെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതും ആസ്വദിക്കാൻ പറ്റി. ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, നമുക്ക് നല്ല നല്ല സുഖം AC റൂമിൽ കിടക്കാൻ പറ്റി, നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി. നമ്മൾ രണ്ടും അനുഭവിച്ചവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മൾ. നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിന്റെ സൗന്ദര്യവും പുതിയതിന്റെ സൗകര്യവും ഒന്നും കിട്ടിയിട്ടില്ല. അവര് നടന്നിട്ടാ പോയേ. അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ട് അവർ മരിച്ചുപോയത്. മരിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പുതിയ തലമുറയിലെ ഫ്രീക്കന്മാരില്ലേ? ഫ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഫ്രീക്കന്മാരെന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലേ? അരക്കൊടുക്കുന്ന പാൻറ് ചന്തിന്റെ അടിയിലാക്കി കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അത് തന്നെ ഫ്രീക്കന്മാർ. മുടിയെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് വെള്ളനരി ചെത്തിയ പോലത്തെ മുടിയാക്കിയിട്ട് നടക്കുന്ന ഈ ഫ്രീക്കന്മാർക്ക് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ബാല്യകാലത്തിലെ ബന്ധങ്ങളുണ്ടോ? സൗഹൃദ ബന്ധങ്ങളുണ്ടോ? ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രണ്ടും കണ്ടവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഇതുവരെയില്ല ആ ജീവിതം സാർത്ഥകമാണ്. ഇനിയും സാർത്ഥകമാക്കണമെങ്കിൽ നല്ല ഈ മത്തി അയിലയും മാത്രമല്ല, നല്ല നല്ല മീനുണ്ട്, നല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല നല്ല യാത്രകൾ പോകണം. യാത്ര പോകാൻ എന്തിനാ? ആരുടെ സഹായം? പൈസ അട്ടിവെക്കണ്ട. കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂര് പോയിട്ട് വന്നൂടെ? പൈസ ഞാൻ തരാം, എന്നെ കൂട്ടി മൈസൂര് പോയിട്ട് വന്നൂടെ? ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ? ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്തിൽ മരിക്കുന്ന ഇടയ്ക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലേക്ക് കാര്യങ്ങൾ മട്ടൻ്റെ ഒന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിമാനത്തിൽ, തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിമാനത്തിൽ പോവാ. 2 മാസം മുമ്പേ ബുക്ക് ചെയ്താൽ 2000 ഉറുപ്പ്യക്ക് പോവാ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനും വന്നൂടെ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ എന്ന് അല്ലേ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ? എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യൻ്റെ അമ്മേനെയും ഞാൻ വിമാനത്തിൽ കൂട്ടിയിട്ട് പോയി. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ, ബോംബെ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ. അവർക്കുണ്ടാവില്ല ഒരു ആഗ്രഹം. അതൊക്കെ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. എന്തുകൊണ്ടാ? ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം.